ചെയ്യുന്ന എൻ്റെ ഒരു ഗതികേട് ആലോചിച്ച് നോക്കിയാണ്. വർക്കാവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. നിങ്ങൾക്ക് എന്ത് അഭിപ്രായം അത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ സ്പെഷ്യൽ സാധനമാണ്. എൻ്റെ ഉണ്ടല്ലോ ഗൈസ്, നിങ്ങൾക്കുണ്ടല്ലോ ഈ ഒരു സാധനം വേണോ ഗൈസ്? ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇത് വർക്കാവൂലേ? ഇത് ഗൈസ് ഇതെണ്ണ ഇത് വർക്കാവോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇപ്പൊ തന്നെ കമന്റ് ചെയ്തേരെ. വർക്കാവോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത് സാധനം ഇത് ഫ്രണ്ട് ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ വർക്കാവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. നിങ്ങൾക്ക് എന്ത് അഭിപ്രായം അത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ സ്പെഷ്യൽ സാധനമാണ്. എൻ്റെ ഉണ്ടല്ലോ 3500 രൂപയ്ക്കകത്ത് നല്ല 4G സ്മാർട്ട് ഫോണുണ്ട്. 3500 രൂപയ്ക്കകത്ത് 2500 കൊടുത്തോ. 2500 രൂപയ്ക്ക് നിങ്ങൾ നല്ലൊരു ഫോണുകൾ ഞാൻ തരും. അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരുപാട് ഫീച്ചേഴ്സ് നോക്കണ്ട. ഒരു 3GB റാം, 32 സ്റ്റോറേജ്, പിന്നെ എന്തെങ്കിലും ചെറിയ ഡിഫക്റ്റ് ഒക്കെ ഉണ്ടാവും, ഇല്ലാന്നില്ല. എന്തെങ്കിലും ചെറിയ ഡിഫക്റ്റ് ഒക്കെ ഉണ്ടാവും. ഒരു 2500 രൂപയ്ക്ക് ഓഫർ പ്രൈസാണ് ഗൈസ്. വേറെ 2500 രൂപയൊക്കെ ഇന്ത്യയിൽ നിലവിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഞാൻ ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? എനിക്ക് ഒരു 100 രൂപ വിളിക്കും ഗൈസ്. എന്നെ വിളിച്ചിട്ട് ഉണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ ഞാൻ പറയും ഇല്ലാതോ. ചെയ്യുന്ന എൻ്റെ ഒരു ഗതികേട് ആലോചിച്ച് നോക്കിയാണ്. ഞാൻ ഒരു പീസ് വെച്ചാണ് വീഡിയോ ചെയ്യണം. അത് എൻ്റെ ഒരു വലിയൊരു ഗതികേടാണ് കേട്ടാ. ഒരാൾ കൊടുത്തിട്ട് അടുത്ത ആൾ വിളിക്കുമ്പോൾ ഞാൻ ഇല്ലെന്ന് പറയേണ്ടത് എൻ്റെ ഒരു മര്യാദയില്ല. ഇല്ല എന്നല്ലേ പറയാനുള്ളത്, ഇല്ലെങ്കിൽ ഇല്ലെന്നല്ലേ പറയാനുള്ളത് ഗൈസ്. ഞാൻ ഇല്ലെന്നേ പറയുള്ളൂ കേട്ടോ. ഇല്ല എന്ന് ഉറപ്പോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരല്ലേ. ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ മാത്രം ഞാൻ വേണമെങ്കിൽ കൊറിയർ നല്ല ഭംഗിയായിട്ട് കൊറിയർ തയ്ക്കും കേട്ടോ. ഇവിടെ കാണിച്ചു തരുന്ന ഡിഫക്റ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് കൊറിയർ വഴി ഒരു ഡിഫക്റ്റ് ഉണ്ടാവില്ല. നമ്മളെ ഇന്ത്യൻ പോസ്റ്റിംഗ് ഒക്കെ സൂപ്പറാണ് കേട്ടോ. അവർക്ക് നമ്മൾ ഇതുവരെയ്ക്കും ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. പിന്നെ നമുക്ക് നമ്മളെ ഓഫർ സ്പെഷ്യൽ ഡിസ്പ്ലേ ഒരു വീഡിയോയിലേക്ക് പോവുകയാണേ. നിങ്ങളൊരു സ്പെഷ്യൽ വീഡിയോ ആഗ്രഹിക്കുന്നില്ലേ? നമ്മളെ കയ്യിൽ നിന്ന് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്, ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ ഇന്നത്തെ സ്പെഷ്യൽ. ഇത് ഏത് മോഡലെന്ന് എനിക്കറിഞ്ഞൂടാ. ഫോൾഡ് 5 ആണേ. ഗാലക്സി Z ഫോൾഡ് 5. ഒരു 512 സ്റ്റോറേജ്, 12GB റാമുണ്ട്. ഇത് കൊണ്ട് വെറൈറ്റി ആയിരിക്കും അല്ലേ? നിങ്ങൾ ട്രിപ്പെല്ലാം പോകാൻ എവിടെയെങ്കിലും ട്രിപ്പ് പോകാൻ ഒരു തയ്യാറെടുപ്പെടുന്നുണ്ടോ? എവിടെയെങ്കിലും ഒരു സ്മാർട്ടായിട്ട് ഒരു കുറച്ച് ദിവസം എവിടെയെങ്കിലും ഈ വെക്കേഷന് പോകാൻ താല്പര്യം ഉണ്ടാകും നിങ്ങൾക്ക് ഗൈസ്? നിങ്ങൾ ഇതും കൊണ്ട് പോകട്ടോ. വേറെ ഒന്നും നോക്കണ്ട. നിങ്ങൾ ഇത് എൻ്റെ നിന്ന് വാങ്ങിച്ചിട്ടേ നിങ്ങൾ ആ ട്രിപ്പിന് പോവാവും. ഡിസ്പ്ലേ ഒറിജിനൽ ആണ്. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. ചെറിയ ഡിഫക്റ്റ് ഒക്കെ പറഞ്ഞു തരാനായിട്ടുണ്ട്. ക്യാമറ ക്വാളിറ്റിയൊക്കെ ബെസ്റ്റ് ക്വാളിറ്റി കേട്ടോ. നല്ല ക്യാമറ ക്വാളിറ്റിയൊക്കെ ഉണ്ട്. അറിയാമല്ലോ, സാംസങ് ആണ്. ഫോൾഡ് 5 കൂടെയാണ്. ഫോൾഡ് 6 ഒക്കെ ഇറങ്ങി. എന്നാലും നമ്മളിലുള്ളവരെ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഏറ്റവും വില കുറച്ചാണ് നമ്മൾ നിങ്ങൾക്ക് സാധനങ്ങൾ തരുന്നതെന്നുള്ളൊരു ഇപ്പം ഒരുപാട് ചീത്തയൊക്കെ വിളിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒരുപാട് വിളിച്ചിട്ട് പറഞ്ഞു ഇതേപോലെ കമൻറ്റ് ബോക്സിൽ ചീത്ത കിടക്കുന്നു. അതൊക്കെ കിടക്കും അല്ലേ? ഞാൻ അതൊന്നും വലിയ മെയിൻറ്റൊന്നും ചെയ്യാറില്ല കേട്ടോ. അപ്പം ഇതിൻ്റെ കംപ്ലൈൻ്റ് ഒക്കെ പറഞ്ഞാലേ പറയട്ടാ. ഇത് വർക്കാവോ? അല്ലേ, ഇതല്ല. ഇവിടെ വർക്കാവും തോന്നുന്നുണ്ടോ? ഞാൻ ലാസ്റ്റ് കാണിച്ചിട്ടേ വർക്കാവും. അപ്പം ഇത് ഡിസ്പ്ലേയിലോട്ട് വരികയാണെങ്കിലേ നല്ല ക്ലിയർ വെള്ളാരം കല്ല് പോലെയാണ് ഡിസ്പ്ലേ ചെയ്യണം. ഒറിജിനൽ ഡിസ്പ്ലേ ആണ് കേട്ടോ. ക്യാമറ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ക്യാമറ ക്വാളിറ്റിയും കൊള്ളാം, സൂപ്പറായിരിക്കണം. സെൽഫി ക്യാമറ എടുത്താലും കൊള്ളാം. അതേ പറഞ്ഞുതരാമേ. ക്യാമറ ചെറിയൊരു പോച്ചലുണ്ട്. ലെൻസ് ഒന്ന് ക്ലീൻ ചെയ്യേണ്ടി വരും. എന്താണെന്ന് വെച്ചാൽ ക്യാമറയുടെ ഗ്ലാസ് ഒന്നും ഇല്ല. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്യാമറയുടെ ഗ്ലാസ് കിട്ടത്തില്ല. പിന്നെ വെറുതെ ഒരു ഗ്ലാസ് ഇപ്പം എനിക്ക് വേണമെങ്കിൽ ഇട്ട് കഴിഞ്ഞാലും അതിൻ്റെ ആ ഒരു ക്വാളിറ്റി കിട്ടത്തില്ല. അപ്പോൾ ലെൻസ് നന്നായിട്ട് ക്ലീൻ ചെയ്തൊക്കെ നമ്മൾ ഇതിലോട്ട് ഗ്ലാസ് ഫിക്സ് ചെയ്യാവും. അപ്പം അങ്ങനെ ഒരുപാട് എന്നെ വിളിക്കാറുണ്ട് എന്തെങ്കിലും ചെറിയ ഡിഫക്റ്റ്. ഇന്നലെ എന്നെ എത്ര പേര് വിളിച്ചെന്ന് അറിയാമോ? എന്തെങ്കിലും ചെറിയ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഒരുപാട് എനിക്ക് ഈ ഫോണിനായിട്ട് തന്നെ എന്നെ ഒരുപാട് വിളിച്ചിട്ടുണ്ട്. ചെറിയ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഞാൻ എടുത്തോളാം, നല്ലൊരു ബഡ്ജറ്റ് ആയിരുന്നാൽ മതി. ഇത് സത്യം, ഇത് നല്ലൊരു ലോ ബഡ്ജറ്റിലാണ് നിങ്ങൾക്ക് ഈ ഒരു സാധനം ഞാൻ നിങ്ങൾക്ക് തരുന്നത്. പിന്നെ ഇതിൽ ഡിസ്പ്ലേക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടല്ലോ, ഇതാ ഫുൾ വൈറ്റിൽ ഇവിടെ ഒരു ചെറിയൊരു ഡോട്ട് കാണുന്നുണ്ടോ? ഇത് ഈ ഭാഗത്ത് ഇവിടെ അതില്ലേ ചെറുതായിട്ടൊരു ഗ്രീൻ ഡോട്ടാണ് അതൊരു ഗ്രീൻ ഡോട്ടാണ്. എന്ത് ചെയ്യും? വലിയ കാര്യമൊന്നുമില്ല.
അവിടെ പോയിന്റ് അടഞ്ഞിരിക്കുന്നതാണോ എന്നൊരു സംശയം. ഇല്ല, ഡിസ്പ്ലേയിലൊരു ഡോട്ട് തന്നെയാണ്, ഒരു ഗ്രീൻ ഡോട്ട് ഉണ്ട്, ലൈനൊന്നുമില്ല, ഗ്രീൻ ഡോട്ട് ഉണ്ട്. വേറെ ഇതിൽ എടുത്ത് പറയാനായിട്ട് ക്യാമറയുടെ ഗ്ലാസ് ഇല്ലാത്തതുകൊണ്ട് ലെൻസിൽ ചെറിയൊരു പോച്ചില്ല, അത്രേ ഉള്ളൂ. പിന്നെ സൈഡ് ബോഡി കണ്ടീഷൻ എല്ലാം കൊള്ളാം കേട്ടോ, വേറെ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഈ ടൂറിന് നിങ്ങൾ എൻ്റെ ഇത് വാങ്ങിച്ചുകൊണ്ട് പോയേ, ഇങ്ങനെ വെച്ച് പിള്ളേർക്ക് കളിച്ചുകൊണ്ടിരിക്കാൻ കൊള്ളാം, ഗെയിമൊക്കെ കളിക്കാൻ കൊള്ളാം. ഈ 512 സ്റ്റോറേജ്, 12 GB റാം, ഇനി എന്തിനു വേണം ഗൈസ്. അപ്പോൾ ഇതിൽ വേറെ ഒന്നും പറയാനായിട്ടൊന്നുമില്ല. ഇതിൻ്റെ ഫ്രണ്ട് ഡിസ്പ്ലേ വർക്കിംഗ് ആണ്, പക്ക വർക്കിംഗ് ആണ്. നിങ്ങൾ എന്തിനു കമൻറ്റ് ചെയ്ത് വർക്കാവില്ലെന്നാ പറ. ഇത് സെല്ല് എല്ലാം ഫുൾ വർക്കിംഗ് ഉണ്ട്, വേറെ ഒരു കുഴപ്പമില്ല. ക്യാമറയുടെ ഗ്ലാസ് മാത്രം ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റിയിട്ട് കൊടുത്താൽ മതി, കംപ്ലൈൻ്റ് ആയിട്ടൊന്നും പറയാനൊന്നുമില്ല. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടവരുണ്ടെങ്കിൽ മാത്രമേ എന്നെ വിളിക്കാവേ. അപ്പോൾ നെക്സ്റ്റ് നല്ല വീഡിയോ ഞാൻ വീണ്ടും വരും. ഓട്ടെ, ബൈ.